അക്കൗണ്ടൻസി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് പൊതുവെ കുട്ടികൾക്ക് ഉണ്ടാവാറുള്ള ഒരു ഡൗട്ടാണ് ഈ പ്രോഫിറ്റും ക്യാഷും എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുടെ മീനിങ് ഡിഫറൻസ്. ചിലപ്പോഴെങ്കിലും അക്കൗണ്ടൻസിയും കൊമേഴ്സുമായിട്ടും ബന്ധം ഇല്ലാത്ത ജനറൽ പബ്ലിക്കിനും ഇത് രണ്ടും ഒന്നല്ലേ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. സോ ഈ ഒരു വിഷയത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു എൻട്രി കൊമേഴ്സ്. കൊളോക്കിയലായിട്ട് പറയുകയാണെങ്കിൽ അക്കൗണ്ടൻസിയിൽ ചക്കയും മാങ്ങയും പോലെയുള്ള വ്യത്യാസമാണ് പ്രോഫിറ്റും ക്യാഷും തമ്മിൽ. ഇത് തമ്മിൽ രൂപത്തിലോ ഭാവത്തിലോ പോലും ഒരു സാമ്യവുമില്ല. ക്യാഷ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ചെലവാക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതാണ്. അതൊരു പക്ഷേ ക്യാഷ് ഇൻ ഹാൻഡ് ആകാം, ബാങ്കിലോ ഡെപ്പോസിറ്റും ആകാം. എന്നാൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു തിയറട്ടിക്കൽ ടേം മാത്രമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു നോക്കാം. അക്കൗണ്ടിങ്ങിൽ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് അക്രൂവൽ ബേസിസ് അഥവാ അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻകം എപ്പോഴാണ് ഏൺ ചെയ്യുന്നത് അപ്പോൾ നമ്മളത് റെക്കോർഡ് ചെയ്യും. ഒരു എക്സ്പെൻസ് എപ്പോഴാണ് ഇൻകർ ആകുന്നത് അപ്പോഴായിരിക്കും അതും റെക്കോർഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കിട്ടുന്ന സമയത്തോ കൊടുക്കുന്ന സമയത്തോ അല്ല അത് റെക്കോർഡ് ചെയ്യുന്നത്. മറിച്ച് ബൈ റൂൾസ് ഒരു ഇൻകം ഏത് ദിവസമാണ് നമുക്ക് വരേണ്ടത് ആ ദിവസമായിരിക്കും അത് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഒരു എക്സ്പെൻസ് നമ്മൾ ഏത് ദിവസമാണ് കൊടുക്കേണ്ടത് അന്നായിരിക്കും അത് റെക്കോർഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ യഥാർത്ഥ ക്യാഷ് ഫ്ലോ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. നല്ല രീതിയിൽ സെയിൽസ് നടത്തുന്ന ഒരു കമ്പനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് കരുതി അവരുടെ ബാങ്ക് ബാലൻസ് നല്ലതാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. തിരിച്ചും സപ്പോസ് ഫോർ എക്സാമ്പിൾ 50 ലക്ഷത്തിന്റെ ഒരു സെയിൽ നടത്തി 2 മാസമാണ് ക്രെഡിറ്റ് പീരീഡ് എങ്കിൽ ആ ക്യാഷ് പേയ്മെന്റ് നമുക്ക് കിട്ടുന്നത് 2 മാസങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും. എന്നാൽ സെയിൽസ് നടന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്രോഫിറ്റ് അവിടെ കൂടി നിൽക്കും, എന്നാൽ ക്യാഷ് കുറവായിരിക്കും. ഇതേ കമ്പനിക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം ഓഫ് സീസൺ ആവുകയും സെയിൽസ് കുറയുകയും ചെയ്തു. ആ സമയത്ത് ബുക്കുകളിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഫിറ്റ് കുറവായിരിക്കും. എന്നാൽ 2 മാസത്തെ ക്രെഡിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ മുന്നേ നടന്നിട്ടുള്ള സെയിൽസിന്റെ പണമൊക്കെ ഇപ്പോഴായിരിക്കും റിസീവ് ആകുന്നത്. അതുകൊണ്ട് ക്യാഷ് ബാലൻസ് കൂടുതലായിരിക്കും. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു കാൽക്കുലേറ്റഡ് ഫിഗർ മാത്രമാണ്. അതൊരിക്കലും ഒരു കമ്പനിയുടെ ക്യാഷ് ഇൻഫ്ലോനെയോ ഔട്ട്ഫ്ലോനെയോ ബാധിക്കുന്ന കാര്യമല്ല. മാത്രമല്ല പ്രോഫിറ്റിനെ എഫക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് ക്യാഷുമായി യാതൊരു ബന്ധവുമില്ല. ഫോർ എക്സാമ്പിൾ ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ ഇതൊക്കെ നോൺ ക്യാഷ് ഐറ്റംസ് ആണെങ്കിലും പ്രോഫിറ്റ് കാൽക്കുലേഷനിൽ ഇതൊക്കെ എടുക്കുകയും ചെയ്യും.